കയ്പാന്നും പറഞ്ഞ് ഈ പാവത്തിനെയാണോ ഇത്രയും നാളും മാറ്റി നിർത്തിയത്? ഇങ്ങനൊന്ന് ചെയ്തു നോക്കിയേ. ഇനി മുതൽ പാവയ്ക്കയും മധുരിക്കും. കുറച്ച് പുളിവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞതായി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത പാവയ്ക്ക കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പാവയ്ക്കയിലെ കയ്പൊക്കെ മുഴുവനായും പോകും കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വീതം പച്ചമല്ലി, പരിപ്പ്, ഉഴുന്ന്, ചെറിയ ജീരകം ഇനി ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 6 വെളുത്തുള്ളി, 3 കാശ്മീരി മുളക്, 4 വറ്റൽ മുളക്, ചെറിയൊരു സവോള പൊടിയായി അരിഞ്ഞത് ഇനി ഇതെല്ലാം എണ്ണയിലിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ച് വഴറ്റി ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഇളക്കി മൂപ്പിച്ച് ഈ ഒരു പരുവമാകുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഈ മിക്സ് പുളിവെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് വെച്ച പാവയ്ക്കയിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. എല്ലാ പീസസും ഇതുപോലെ മസാല ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് മസാല ഫില്ല് ചെയ്ത് വെച്ച പാവയ്ക്ക പീസസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ബാക്കി വന്ന മസാലയും ഇതുപോലെ തേച്ച് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചൊരു 10 മിനിറ്റ് കൂടെ വേവിച്ച് മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി ഇതുപോലെ പൊരിച്ചെടുത്താൽ ആന്ധ്ര സ്പെഷ്യൽ പാവയ്ക്ക ഉള്ളിക്കായം റെഡി. സംഭവം ആന്ധ്രയിൽ നിന്നൊക്കെയാണെന്ന് പറഞ്ഞാലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റാണ്. ചോറിനൊപ്പമൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? ഇഷ്ടമല്ലാന്നും പറഞ്ഞ് ഇനിയിപ്പോൾ പാവയ്ക്കയെ മാറ്റി നിർത്തിയവർ കൂടി ഇനി ചോദിച്ച് മേടിച്ച് കഴിക്കും. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.